ഇത് ഞാൻ എൻ്റെ കയ്യിൽ നിന്നിട്ട് പറയുന്നതല്ല എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആദ്യമേ ഇതിന്റെ ശ്ലോകം ഹഠയോഗ പ്രദീപികയിലെ സ്വപ്നരാമൻ എഴുതി വെച്ച ശ്ലോകം ഞാൻ ആദ്യമേ എടുത്ത് പറഞ്ഞു. അല്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കും ഞാൻ ഇതൊക്കെ കയ്യിൽ നിന്നിട്ട് ഉണ്ടാക്കി പറയുന്നതാണ്. ജലേന ശ്രമജാതേന ഗാത്രമർദ്ദനമാചരേത് ദൃഢത ലഘുത ചൈവ തേന ഗാത്രസ്യ ജായതേ. ഹഠയോഗ പ്രദീപികയിൽ സ്വപ്നാരാമൻ പറയുന്നൊരു സംഭവമാണ്, ഒരു രഹസ്യ സംഭവമാണ്. പലർക്കും ഇതിനെക്കുറിച്ച് അറിയത്തില്ല. പ്രാണായാമ ശ്രമത്താൽ നമ്മളുടെ ശരീരത്തിൽ ഉണ്ടാവുന്ന വിയർപ്പ് നമ്മളുടെ ശരീരത്തിൽ തന്നെ തേച്ച് പിടിപ്പിച്ചാൽ അത് നമ്മളുടെ ശരീരത്തിന് ദൃഢതയും ലഘുത്വവും നൽകുമെന്നാണ് സ്വപ്നാരാമൻ ഹഠയോഗ പ്രതിവേഗയിൽ എഴുതി വെച്ചിരിക്കുന്നത്. പലരും ഇത് ശ്രദ്ധിക്കുന്നില്ല. നമ്മൾ പ്രാണായാമം ചെയ്യുന്നത് വേർപ്പ് ചിലപ്പം ഈ ഫാനിന്റെ മൂട്ടിലിരുന്നോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും എ സിയുടെ ഫ്രണ്ടിലിരുന്നോ ഒക്കെയാണ് നമ്മൾ പ്രാണായാമം ചെയ്യുന്നത്. അങ്ങനെ ചെയ്യരുത്. നമ്മൾ കഴിയുന്നതും ഒരു ഓപ്പൺ ആയിട്ട് ഒരു നമ്മളുടെ നോർമൽ ടെമ്പറേച്ചർ ഉള്ള ഒരു സ്ഥലത്തിരുന്ന് യോഗ അഭ്യസിക്കണം. എന്നുവെച്ചാൽ യോഗ മീൻസ് നമ്മുടെ പ്രാണായാമം അഭ്യസിക്കണം. ആ അഭ്യസിക്കുന്ന സമയത്ത് നമ്മളുടെ ശരീരത്തിൽ നമ്മളുടെ ഈ ഒരു പ്രാണൻ എടുത്ത് വിടുന്ന സമയത്ത് നമ്മളുടെ ബ്ലഡ് സർക്കുലേഷൻ കൂടും, നമ്മളുടെ ശരീരത്തിലെ ഹീറ്റ് വർദ്ധിക്കും. അങ്ങനെ വരുമ്പോൾ നമ്മളുടെ ശരീരത്തിൽ നിന്നും വിയർപ്പ് സ്വെറ്റ് വെളിയിലേക്ക് വരും. ഈ സ്വെറ്റ്, ഈ ഒരു വിയർപ്പ് നമ്മുടെ ശരീരത്തിൽ തന്നെ തേച്ച് പിടിപ്പിക്കുന്നത് വളരെ നല്ലതാണെന്ന് പറയുന്നത്. പ്രത്യേകിച്ച് നമുക്ക് അത് യോഗശാസ്ത്രത്തിൽ പറയുന്ന വെച്ചാൽ ദൃഢതയും ലഘുത്വവും എന്ന് നിങ്ങൾ വിചാരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഭയങ്കരപ്പെട്ട ബോഡിയോ മസിൽസോ വരുമെന്നല്ല. ദൃഢത എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ ഇപ്പൊ നമ്മളുടെ എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ നമ്മൾ ധ്യാനിക്കായിരിക്കും അല്ലെങ്കിൽ പ്രാണായാമം ചെയ്യാൻ വേണ്ടി ഇരിക്കുന്ന സമയത്ത് ചിലർക്ക് ഒരു 10 മിനിറ്റ് ഇരിക്കുമ്പോൾ തന്നെ ബാക്ക് പെയിൻ വരും, ചിലപ്പോൾ ബോഡി ഷിവറാവും, ഇങ്ങനത്തെ ഉള്ള അനുഭവങ്ങൾ വരും. ആ ഇരിപ്പ് കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ളതിനെ പറയുന്ന ദൃഢത. ഒരാൾക്ക് ഈ 10 മിനിറ്റ് ഇരിക്കാൻ പറ്റുന്ന ഒരാൾക്ക് അരമണിക്കൂർ ആക്കുക, 1 മണിക്കൂർ ആക്കുക, അതിനെയാണ് ഇവിടെ ദൃഢത എന്ന് ഉദ്ദേശിക്കുന്നത്. ഇരിക്കാൻ പറ്റുന്ന ആ സ്റ്റേബിൾ ആയിട്ട് നമുക്ക് എന്ത് കാര്യത്തിലും, അത് ഈ ഒരു കാര്യത്തിലാണ് ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞത്. എന്ത് കാര്യത്തിലും നമ്മുടെ ജീവിതത്തിൽ എന്ത് കാര്യത്തിലും നമുക്കൊരു സ്റ്റെബിലിറ്റി വരും. അതേപോലെ ലഘുത്വം എന്ന് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ നമുക്ക് നമ്മളുടെ മൈൻഡ് വരുന്നൊരു ഫ്ലെക്സിബിലിറ്റിയാണ്. ഏതൊരു സിറ്റുവേഷൻസിലും നമുക്ക് വരുന്നൊരു ഫ്ലെക്സിബിലിറ്റിയാണ് ഈ ഒരു ലഘുത്വം ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെ ഒരു സംവിധാനം നമുക്ക് ഈ ഒരു പ്രക്രിയ വരും. എന്നുവെച്ചാൽ ഈ ഒരു നമ്മളുടെ വിയർപ്പിനെ നമ്മുടെ ശരീരത്തിൽ തേച്ച് പിടിപ്പിക്കുന്നത് വഴി നമുക്ക് കിട്ടും എന്നാണ് യോഗശാസ്ത്രത്തില് നമ്മൾ സ്വപ്നാരാമൻ പറയുന്നത്. അത് മാത്രമല്ല, ഈ ഒരു വിയർപ്പ് നമ്മുടെ ശരീരത്തിൽ തേച്ച് പിടിപ്പിക്കുമ്പോൾ നമുക്കൊരു മസാജിങ് എഫക്റ്റ് കിട്ടുകയാണ്. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മളിങ്ങനെ ഒരു നോർമൽ ടെമ്പറേച്ചറിൽ ഇരുന്ന് നമ്മൾ ഈ ഒരു പ്രാണായാമം ചെയ്യുന്ന സമയത്ത് വിയർപ്പ് ഉണ്ടാവുകയാണ്. ഈ ഉണ്ടാവുന്ന സമയത്ത് അത് ഓട്ടോമാറ്റിക്കലി നമ്മളുടെ ശരീരത്തിനെ തണുപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കൂളിംഗ് സിസ്റ്റമാണ്. ഈ ഒരു സമയത്ത് ചെറിയൊരു കാറ്റ് പ്രകൃതിയിൽ വീശിയാൽ പോലും നമ്മുടെ ശരീരം നന്നായിട്ട് ഒരു തണുപ്പ് നമുക്ക് ഫീൽ ചെയ്യും. അങ്ങനെ ഒരു ലഘുത്വവും കൂടെ, അങ്ങനെ ഒരു സിസ്റ്റമാണ് ഇതിലുള്ളത്. ഈ ഒരു വിയർപ്പ് കാരണം നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്നൊരു മാറ്റം. പിന്നെ മറ്റൊരു കാര്യം പറയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് പണ്ടുള്ള മഹർഷിമാർ നമ്മളുടെ ഭാരതത്തിൽ നമ്മളുടെ ഭൂമിയിൽ ജീവിച്ചിരുന്ന പണ്ടുള്ള മഹർഷിമാർ എഴുതി വെച്ച വലിയ വലിയ രഹസ്യ വിദ്യകളാണ്. പലർക്കും ഇത് അറിയത്തില്ല, രഹസ്യമായി പോയതാണ്. ഇന്നത്തെ കാലത്ത് ഇത് പ്രായോഗികമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്നത്തെ കാലത്ത് ഈ ഒരു പൊല്യൂഷൻസും പ്രകൃതിയിലുണ്ടായ ചേഞ്ചസ് കാരണം പലർക്കും സ്കിൻ ഇഷ്യൂസ് ഉണ്ട്. പലർക്കും ശരീരത്തിൽ പല രീതിയിൽ അസ്വസ്ഥതകളുണ്ട്. അതുകൊണ്ട് ഇപ്പൊ ഞാൻ പറഞ്ഞു തന്ന ഈ ഒരു വിദ്യ എല്ലാവരും പ്രാക്ടീസ് ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല. നിങ്ങൾക്ക് കംഫർട്ട് ആണെങ്കിൽ മാത്രം നിങ്ങൾ ചെയ്താൽ മതി. അതല്ലെങ്കിൽ ഒരു ടവല് കൈവയ്ക്കുക, തുടച്ചു കളയുക. പക്ഷേ ഹഠയോഗ പ്രതിഭയിൽ അതുകൊണ്ടാണ് ഇത് ഞാൻ എൻ്റെ കയ്യിൽ നിന്നിട്ട് പറയുന്നതല്ല എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആദ്യമേ ഇതിന്റെ ശ്ലോകം ഹഠയോഗ പ്രദീപികയിലെ സ്വപ്നാരാമൻ എഴുതി വെച്ച ശ്ലോകം ഞാൻ ആദ്യമേ എടുത്ത് പറഞ്ഞു. അല്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കും ഞാൻ ഇതൊക്കെ കയ്യിൽ നിന്നിട്ട് ഉണ്ടാക്കി പറയുന്നതാണ്. അതല്ല എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് പറയുന്നത്. നിങ്ങൾക്ക് ഇത് ചെയ്യണമെങ്കിൽ ചെയ്യാം, പരീക്ഷ നോക്കിയെങ്കിൽ പരീക്ഷ നോക്കാം. ഇതിന്റെ എക്സ്പീരിയൻസ് ചെയ്ത് നിങ്ങൾ ഇതിന്റെ അനുഭവം നിങ്ങൾ വന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അത് മാത്രമല്ല, ഇനി ഇതേപോലുള്ള നല്ല നല്ല വീഡിയോസുമായിട്ട് ഞാൻ വരാം.
ഓക്കെ, ബൈ.